ഹലോ സ്റ്റുഡൻസ്, ട്രിഗണോമെട്രിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു ടോപ്പിക്കാണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർമുല. അപ്പോൾ ഇവിടെ 6 ഫോർമുലയുണ്ട്. 3 അഡീഷൻ ഫോർമുലയും 3 സബ്ട്രാക്ഷൻ ഫോർമുലയാണ്. അതിലാദ്യത്തത് സൈൻ എ പ്ലസ് ബി എന്നുള്ള ഫോർമുലയാണ്. സൈൻ എ പ്ലസ് ബി എന്നുള്ള ഫോർമുല സൈൻ എ കോസ് ബി മിക്സ് ചെയ്ത് വരും. സൈനും കോസും മിക്സ് ചെയ്ത് വരും. ആദ്യം എയും രണ്ടാമത് ബിയും വരുമെന്നേ ഉള്ളൂ. ഇവിടെ ആദ്യം കോസും രണ്ടാമത് സൈനും വരും. അപ്പോൾ സൈൻ എ കോസ് ബി, ഇവിടെ വരുമ്പോൾ കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി വരുമ്പോൾ ഈ പ്ലസ് എന്നുള്ളത് മൈനസ് ആവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. കോസ് എ പ്ലസ് ബി വരുമ്പോൾ ഈ കണക്റ്റിംഗ് സൈൻ മൈനസ് ആണ്. കോസിൻ്റെ കേസിൽ എ പ്ലസ് ബി വരുമ്പോൾ ഈ കണക്റ്റിംഗ് സൈൻ മൈനസ് ആണ്. അതുപോലെ ആദ്യം രണ്ടും കോസ് ആയിരിക്കും, കോസ് എ കോസ് ബി. രണ്ടാമത് രണ്ടും സൈൻ എ സൈൻ ബി. കോസ് എ മൈനസ് ബി വരുന്ന കേസിൽ കോസ് എ കോസ് ബി കണക്റ്റിംഗ് സൈൻ ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് വരും, അത് ശ്രദ്ധിക്കണം. അപ്പോൾ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് വരും. അടുത്തത് ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ എ മൈനസ് ബിയുടെ ഫോർമുല ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. ഈ 6 ഫോർമുലയും നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. ഇതിനകത്ത് നിന്ന് ഒരു 10 മാർക്കിനുള്ള പ്രോബ്ലമെങ്കിലും ഉണ്ടാവും. അടുത്ത അഡീഷൻ ഫോർമുലയും സബ്ട്രാക്ഷൻ ഫോർമുലയും യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിലാദ്യത്തെ പ്രോബ്ലം, prove that sin a plus b into sin a minus b is equal to sin squared a minus sin squared b. അതിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക. sin a plus b യുടെ ഫോർമുല ഉണ്ട്, അത് എഴുതണം. അതിന് ഒരു മാർക്ക് കിട്ടും. ഇൻറ്റു sin a minus b യുടെ ഫോർമുല. ഈ 2 ഫോർമുലയും കറക്റ്റായിട്ട് എഴുതിയാൽ തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ്. ഇത് മൊത്തത്തിൽ എ എന്ന് വായിക്കാം. സൈൻ എ കോസ് ബി, ഇവിടെ സൈൻ എ കോസ് ബി എ എന്ന് വായിക്കാം. ഇത് കോസ് എ സൈൻ ബി, ഇത് കോസ് എ സൈൻ ബി ബി എന്ന് വായിക്കാം. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇമ്പോർട്ടൻറ്റ് ആൾജിബ്രിക് ഐഡൻറ്റിറ്റിയാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ്. അപ്പോൾ ഇവിടെ ആദ്യത്തതിൻ്റെ സ്ക്വയർ. അപ്പോൾ സൈൻ എ കോസ് ബിയുടെ സ്ക്വയർ, സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു സൈൻ എ കോസ് ബിയുടെ സ്ക്വയർ. അപ്പോൾ ഓരോന്നിനും സ്ക്വയർ ചെയ്യണം. അപ്പോൾ സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു കോസ് സ്ക്വയർഡ് ബി. എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് ആണ്. മൈനസ് രണ്ടാമത്തെ സ്ക്വയർ, രണ്ടാമത്തത് കോസ് എ സൈൻ ബിയുടെ സ്ക്വയർ, കോസ് സ്ക്വയർഡ് എ സൈൻ സ്ക്വയർഡ് ബി. ഇനി നമ്മൾ ആൻസർ നോക്കണം. ആൻസറിനകത്ത് കോസ് ഇല്ല, എല്ലാം സൈൻ ആണ്. അപ്പോൾ ഈ കോസ് സ്ക്വയർഡ് ബിക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർഡ് ബി എന്ന് എഴുതാം. അത് ഫണ്ടമെന്റൽ റിസൾട്ടാണ്. സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു കോസ് സ്ക്വയർഡ് ബിക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർഡ് ബി മൈനസ് കോസ് സ്ക്വയർഡ് എക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു സൈൻ സ്ക്വയർഡ് ബി. ഇനി ബ്രാക്കറ്റ് മാറ്റുമ്പോൾ സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു 1, ഇത് മൈനസ് സൈൻ സ്ക്വയർഡ് എ ഇൻറ്റു സൈൻ സ്ക്വയർഡ് ബി. ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇത് മൈനസ് ആണ്. അപ്പോൾ മൈനസ് 1 ഇൻറ്റു സൈൻ സ്ക്വയർഡ് ബി. അപ്പോൾ മൈനസ് സൈൻ സ്ക്വയർഡ് ബി. അടുത്ത ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് ആവും. മൈനസ് മൈനസ് പ്ലസ് ഇൻറ്റു സൈൻ സ്ക്വയർഡ് എ സൈൻ സ്ക്വയർഡ് ബി. പ്ലസ് സൈൻ സ്ക്വയർഡ് എ സൈൻ സ്ക്വയർഡ് ബി. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് സൈൻ സ്ക്വയർഡ് എ മൈനസ് സൈൻ സ്ക്വയർഡ് ബി. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് എഴുതുന്നതിന് ഒരു മാർക്ക് കിട്ടും. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് എഴുതുന്നതിന് ഒരു മാർക്ക് കിട്ടും. പിന്നെ 1 മൈനസ് സൈൻ സ്ക്വയർഡ് ബി 1 മൈനസ് സൈൻ സ്ക്വയർഡ് എന്ന് എഴുതുന്നതിന് ഓരോ മാർക്ക് കിട്ടും. പിന്നെ ലാസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാർക്ക്, എല്ലാം കൂടെ 5 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലം, ഈ ടൈപ്പ് പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 45. ടാൻ എയുടെ വില തരും, ടാൻ ബിയുടെ വില തരും. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി 45 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ എ മൈനസ് ബി 45 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രോബ്ലംസ് ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് നമ്മൾ എ പ്ലസ് ബി 45 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന വില ടാൻ എയുടെയും ടാൻ ബിയുടെയും വിലയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ടാൻ എ പ്ലസ് ബി കണ്ടുപിടിക്കണം. ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല എഴുതണം.
ഇപ്പോൾ tan യുടെ വാല്യൂ തന്നിട്ടുണ്ട് m/m+1, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പ്ലസ് tan b യുടെ വില 1/2m+1 ഡിവൈഡഡ് ബൈ 1 മൈനസ് m/m+1 ഇൻറ്റു 1/2m+1. മേളിലും താഴെയും ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഫ്രാക്ഷൻസിൻ്റെ അഡീഷൻ ആണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എമ്മും 2m+1 കൂടെ മൾട്ടിപ്ലൈ ആണ്. m × 2m+1 ഇവിടെ പ്ലസ് ആണ് സൈൻ, പ്ലസ് m+1 ഉം 1 കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ m+1 ഡിവൈഡഡ് ബൈ ഇത് ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. m+1 ഇൻറ്റു 2m+1. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ഇതും തമ്മിലാണ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ m+1 ഇൻറ്റു 2m+1 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ m+1 ഇൻറ്റു 2m+1 ഇവിടെ മൈനസ് ഇവിടെ താഴെ ഒരു 1 ഉണ്ട്. ആ 1 കൊണ്ട് m-നെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ -m ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ അപ്പോൾ m+1 ഇൻറ്റു 2m+1. ഇതും സെയിം ആണ്, വെട്ടിപ്പോകും. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ m × 2m എന്ന് കഴിഞ്ഞാൽ 2m² പ്ലസ് m × 1 പ്ലസ് 1 × m × 1 m പ്ലസ് m+1 ഡിവൈഡഡ് ബൈ ഇവിടെ m × 2m 2m². ഇവിടെ m × 1 m പ്ലസ് m ഇവിടെ 1 × 2m 2m എന്ന് വരും. ഇവിടെ 1 × 1 1 മൈനസ് m. ഇവിടെ ഒരു m-ഉം -m-ഉം വെട്ടിപ്പോകും. ന്യൂമറേറ്ററിൽ 2m² m+m 2m ആണ്, 2m+1. ഡിനോമിനേറ്ററിൽ 2m² പ്ലസ് 2m+1. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ക്യാൻസലായിട്ട് 1 എന്ന് വരും. അപ്പോൾ tan a + b 1 എന്ന് വരും. tan 45 ആണ് 1 ആവുന്നത്. അപ്പോൾ tan a + b 1 ആവണമെങ്കിൽ a + b 45 ഡിഗ്രി ആയിരിക്കണം. therefore a + b = π/4. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള പ്രോബ്ലമാണ്. ഇതേപോലെയുള്ള പ്രോബ്ലംസ്. അടുത്ത പ്രോബ്ലം, if a + b = 45 ഡിഗ്രി then show that 1 + tan a × 1 + tan b = 2. ഇവിടെ എല്ലാം ആൻസറിലെല്ലാം tan വരുന്നതുകൊണ്ട് a + b തന്നിട്ടുള്ളത് കൊണ്ട് tan a + b എന്ന് എടുക്കുക. അല്ലാതെ വേറെ നോക്കാനൊന്നുമില്ല. ആൻസറിലെല്ലാം tan ആണ്. അപ്പോൾ tan a + b എന്ന് വന്നാലേ എല്ലാം tan വരത്തുള്ളൂ. അപ്പോൾ tan a + b എടുക്കുക. tan a + b എന്ന് പറയുമ്പോൾ tan 45. tan 45 1 ആണ്. ഇനി tan a + b യുടെ ഫോർമുല എഴുതണം. അപ്പോൾ tan a + tan b ഡിവൈഡഡ് ബൈ 1 - tan a tan b = 1. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ tan a + tan b ക്രോസ് മൾട്ടിപ്ലൈ അപ്പോൾ 1 - tan a tan b കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 1 - tan a tan b. ഈ -tan a tan b ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. tan a + tan b പ്ലസ് tan a tan b = 1. ആൻസർ 2 ആണ്. അപ്പം ഒരു 1 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ 1 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 1 ആഡ് ചെയ്യുമ്പോൾ 1 + tan a എന്ന് എഴുതാം. പ്ലസ് ഇവിടെ tan b ഉണ്ട്, ഇവിടെയും tan b ഉണ്ട്. tan b കോമൺ എടുക്കണം. tan b കോമൺ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ tan b പോയാൽ പിന്നെ 1 ആണ്. പ്ലസ് ഇവിടെ നിന്ന് tan b പോയാൽ tan a. ലെഫ്റ്റ് സൈഡിൽ 1 ആഡ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിൽ 1 ആഡ് ചെയ്തു. ഇനി ഇതിവിടെ 1 + tan a, ഇവിടെ 1 + tan a കോമൺ. 1 + tan a പുറത്തെടുക്കുന്നു. ബ്രാക്കറ്റ് 1 + tan a പോയാൽ പിന്നെ 1 പ്ലസ് ഇവിടെ നിന്ന് 1 + tan a പോയാൽ പിന്നെ tan b = 2. 1 + 1 = 2. ഇതാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ പ്രോബ്ലം എക്സാമിന് ചോദിച്ചതാണ്. ഇതേപോലുള്ള പ്രോബ്ലമാണ് നമ്മൾ നേരത്തെ ചെയ്തത്. m/m+1 എന്നൊക്കെ വന്ന പ്രോബ്ലം ഇതേപോലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ a + b 45 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യുന്നതിന് tan a + b എടുക്കണം. tan a + b 1 ആണെങ്കിൽ a + b 45 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ടാൻ എ പ്ലസ് ബി എന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫോമുല എഴുതുക. ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അപ്പോൾ ടാൻ എ എന്ന് പറയുന്നത് 1/2 ആണ്, പ്ലസ് ടാൻ ബി 1/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3 ഇങ്ങനെ വരും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1 × 3 + 2 × 1. 1 × 3 3 ആണ്. അപ്പോൾ 3 + 2 ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 3 6 ആണ്. 1 × 6 6 മൈനസ് ഇവിടെ താഴെ 1 ഉണ്ട്. 1 × ഇവിടെ 1 ആണ് 1 ബൈ 2 × 3 6. ഈ 6ഉം 6ഉം ക്യാൻസലായി പോകും. 3 + 2 5 ആണ്. 6 - 1 5 ആണ്. ആൻസർ 1 എന്ന് വരും. അപ്പോൾ ടാൻ എ പ്ലസ് ബി 1 ആണെങ്കിൽ എ പ്ലസ് ബി 45 ഡിഗ്രി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വളരെ എളുപ്പമാണ്. അടുത്ത പ്രോബ്ലം, പ്രൂവ് ദാറ്റ് cos a plus 2π/3 പ്ലസ് cos a minus 2π/3 is equal to 0. ഇവിടെ cos a plus b, ഇത് cos a minus b. അപ്പോൾ cos a plus bയുടെ ഫോമുല അപ്ലൈ ചെയ്യണം, cos a minus bയുടെ ഫോമുല അപ്ലൈ ചെയ്യണം. ഇത് cos a. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to cos a പ്ലസ് ഇത് cos a cos b മൈനസ് sin a sin b. പ്ലസ് ഇത് cos a minus b ആണ്. cos a cos b പ്ലസ് sin a sin b. cos a cos 2π/3 പ്ലസ് sin a sin 2π/3. ഇത് മൈനസ് ഇത് പ്ലസും ക്യാൻസലായി പോവും. ആൻസർ cos a പ്ലസ് ഇത് 2 തവണ വരും. അപ്പോൾ 2 cos a cos 2π/3. ഇനി cos 2π/3യുടെ വില കണ്ടുപിടിക്കണം. അത് cos 2π/3 എന്ന് പറഞ്ഞാൽ cos 120 ആണ്. π/3 60, 60 × 2 120. cos 120 നമുക്ക് cos 180 - 60 എന്ന് എഴുതാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. cos 180 - θ ഈസ് മൈനസ് cos θ. അപ്പോൾ മൈനസ് cos 60 എന്ന് വരും. cos 60യുടെ വാല്യൂ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. -1/2 എന്ന് വരും. അപ്പോൾ -1/2. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos a പ്ലസ് 2 cos a ഇൻറ്റു -1/2. ഈ 2 × 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ cos a - cos a 0. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അടുത്ത പ്രോബ്ലമാണ് cos a - sin a ബൈ cos a plus sin a is equal to tan 45 - a എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എന്നും പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്നും പ്രൂവ് ചെയ്യാം. അപ്പോൾ tan 45 - a എന്ന് പറയുന്നത് tan a - b എന്നുള്ള രൂപത്തിലാണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ RHS is equal to tan 45 - a. ഇത് tan a - b ആണ്. അപ്പോൾ tan a - tan b divided by 1 plus tan a tan b is equal to tan 45 1 ആണ്. 1 മൈനസ് tan a ക്ക് പകരം sin a by cos a എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 1 പ്ലസ് tan 45 1 ആണ്. tan a ക്ക് പകരം sin a by cos a. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ അപ്പോൾ 1 × cos a. ഇത് മൈനസ് ഇവിടെ താഴെ ഒരു 1 ഉണ്ടാവും. 1 × sin a ബൈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 1ഉം ഇത് cos a cos a ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 1ഉം cos a ഇത് പ്ലസ് ആണ്. പ്ലസ് ഇവിടെ താഴെ ഒരു 1 ഉണ്ട്. 1ഉം sin a തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം ബൈ cos a. cos a cos a ക്യാൻസൽ ആയി പോകും. എന്നിട്ട് ആൻസർ cos a - sin a ബൈ cos a plus sin a എന്ന് കിട്ടും. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഈ പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. sin a യുടെ വാല്യൂ തന്നിട്ടുണ്ട്, sin b യുടെ വാല്യൂ തന്നിട്ടുണ്ട്, a ഏത് ക്വാഡ്രൻറ്റിലാന്ന് തന്നിട്ടുണ്ട്, b ഏത് ക്വാഡ്രൻറ്റിലാന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ cos a plus b യുടെ വാല്യൂ കണ്ടുപിടിക്കണം, sin a - b യുടെ വാല്യൂ കണ്ടുപിടിക്കണം. cos a plus b എന്ന് പറയുമ്പോൾ cos a യും cos b യും വേണം. ഇവിടെ cos a ഇല്ല, cos b ഇല്ല, അത് രണ്ടും കണ്ടുപിടിക്കണം.
അപ്പോൾ ഈ സൈനയിൽ നിന്ന് നമ്മൾ കോസ് എ കണ്ടുപിടിക്കണം, സൈൻ ബിയിൽ നിന്നും കോസ് ബി കണ്ടുപിടിക്കണം, എന്നാലേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് സൈൻ എ എടുക്കാം. അതിനൊരു ട്രയാങ്കിൾ വരയ്ക്കുക, റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് 90 ഡിഗ്രി, ഈ ആംഗിൾ എ എന്ന് എടുക്കുക. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് 3, ഹൈപ്പോട്ടന്യൂസ് 5. ഇത് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂ എക്സ് അറിയത്തില്ല, അത് 4 എന്ന് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് അറിയാൻ തോന്നും 3ഉം 4ഉം 5ഉം ചെയ്തപ്പോഴാണ് ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആവുന്നത്. അതായത് 4 സ്ക്വയർഡ് 16 പ്ലസ് 9 = 25 എന്ന് കിട്ടും. അപ്പോൾ ഇത് 4 എന്ന് വരും. അപ്പോൾ ഇതിൽ നമുക്ക് കോസ് എ എഴുതാം. കോസ് എ = എന്ത് വരും? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5. ഇനി ക്വാഡ്രന്റിലെ തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അപ്പോൾ -4/5 എന്ന് വരും. അടുത്തത് സൈൻ ബി എടുക്കണം. അപ്പോൾ വീണ്ടും ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് ആംഗിൾ ബി, ഇത് 90 ഡിഗ്രി, ഓപ്പോസിറ്റ് സൈഡ് 12, ഹൈപ്പോട്ടന്യൂസ് 13. അപ്പോൾ ഇത് അറിയത്തില്ല, ഇത് എക്സ് എന്ന് കൊടുക്കാം. നമുക്കറിയാം ഇത് 5 ആയിരിക്കും. എന്തുകൊണ്ടാണ്? 5 സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 144 = 169. അപ്പോൾ 12ഉം 13ഉം 5ഉം ആണ് പൈതഗോറിയൻ ട്രിപ്ലറ്റ്. അപ്പോൾ 5, 12, 13 അത് നമുക്ക് ചെയ്തു നോക്കാതെ തന്നെ എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് സൈൻ ബി കിട്ടും. എന്താണ് സൈൻ ബി? സൈൻ ബി സൈൻ ബി കൊണ്ട് കോസ് ബി കിട്ടും. കോസ് ബി = അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അപ്പോൾ 5/13. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് കോസ് ബി നെഗറ്റീവ് ആയിരിക്കും, അപ്പോൾ -5/13 എന്ന് കിട്ടും. ഇനി നമുക്ക് കോസ് എ പ്ലസ് ബി കണ്ടുപിടിക്കാം. കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോസ് എയുടെ വാല്യൂ കണ്ടുപിടിച്ചു, -4/5. കോസ് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു, -5/13. മൈനസ് സൈൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, -3/5 സൈൻ എ. സൈൻ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 12/13. is equal to -4 into -5 20/65 minus plus 36/65. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഡിനോമിനേറ്റർ ആഡ് ചെയ്യാം. 20 + 36 56/65. ഓക്കെ, അപ്പോൾ കോസ് എ പ്ലസ് ബി കിട്ടി. ഇനി നമുക്ക് സൈൻ എ മൈനസ് ബി കണ്ടുപിടിക്കണം. അടുത്ത നമുക്ക് സൈൻ എ മൈനസ് ബി ആണ് കാണേണ്ടത്. സൈൻ എ മൈനസ് ബിയുടെ ഫോമിൽ എഴുതി. സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ എയുടെ വാല്യൂ -3/5 ഇൻറ്റു കോസ് ബിയുടെ വാല്യൂ, കോസ് ബി കണ്ടുപിടിച്ചു, -5/13 മൈനസ് കോസ് എ നടക്കുന്നത് -4/5 ഇൻറ്റു സൈൻ ബി is 12/13 is equal to minus plus 3 into 5 15/65 minus plus 4 into 12 into 4 48/65 is equal to 63/65. ഈ ടൈപ്പ് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. കോസയുടെ സൈനയുടെ ഒക്കെ വാല്യൂ തന്നിട്ട് ടാൻ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറയും, കോസ് എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറയും, കോസ് എ മൈനസ് ബി കണ്ടുപിടിക്കാൻ പറയും, സൈൻ എ പ്ലസ് ബി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഈ പ്രോബ്ലം ഓർത്തിരിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോബ്ലവും എക്സാമിന് ചോദിച്ചതാണ്. sin π/3 + a മൈനസ് sin π/3 മൈനസ് a is equal to sin a. അപ്പോൾ sin a plus b ഇത് sin a minus b എൻ്റെ ഫോമിൽ എഴുതണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to sin a cos b minus cos a sin b. ഇതായത് മൈനസ് ഇത് സൈൻ എ മൈനസ് ബി, അപ്പോൾ സൈൻ എ കോസ് ബി മൈനസ് ഇത് പ്ലസ് ആണ്, സൈൻ എ പ്ലസ് ബി, അപ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി മൈനസ് ഇത് സൈൻ എ മൈനസ് ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇതിൽ sin π/3 cos a പ്ലസ് ആണ്, ഇവിടെ മൈനസ് sin π/3 cos a, ഇത് രണ്ടും വെട്ടിപ്പോകും.
ഇത് മൈനസ് പ്ലസ് ആവും. അപ്പോൾ ഇത് രണ്ട് സെയിം ആണ്. cos pi by 3 sin a cos pi by 3 sin a രണ്ട് തവണ വരും. അപ്പോൾ 2 cos pi by 3 sin a. ഇത് cos 60 ആണ്. cos 60യുടെ വാല്യൂ 1/2 ആണ്. ആൻസർ cos a എന്ന് കിട്ടും.